ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം എന്താണെന്ന് നോക്കിയാൽ അതിനായിട്ട് ഞാൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, കരിയാപ്പില, തക്കാളി, മുരിങ്ങയ്ക്ക, തേങ്ങ, ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഇത് നേരത്തെ ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണിത്. ഇനി നമുക്ക് കുറച്ച് കുടംപുളി വേണം. ഈ പുളിയുടെ പേര് കുടംപുളി എന്നാണ്. ഇത് നമുക്ക് അല്ലിയായിട്ട് ഇളക്കി കഴുകി ഉപ്പ് നീരിനകത്തിട്ട് കുതിരാനായിട്ട് നമുക്ക് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ പുളിയിൽ പെട്ടെന്ന് പുളി ഇറങ്ങും, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പീര് ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് ഒരു സ്പൂണ് ചെറിയുള്ളി അരിഞ്ഞതും ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടിയിട്ട് നമുക്ക് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഈ പൊടികളുടെ പച്ച മണം മാറി മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ പൊടികളെല്ലാം ഈ തേങ്ങയിലോട്ട് ഇടുമ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് ചൂടാകും. ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ നല്ലൊരു വാസന വരും. അപ്പോൾ ഈ പൊടി മൂത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് വെക്കാമേ. അതവിടെ തണുക്കട്ടെ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വലുതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ. സവാള ഉള്ളിയും ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. കൊഞ്ച് ക്ലീൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് അരിഞ്ഞെടുത്ത ഉള്ളിയെല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ഇനി കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റാമേ. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടെ രണ്ടായിട്ട് കീറിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റാമേ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു മുരിങ്ങയ്ക്ക ഉണ്ട്, അതും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളിയിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പില്ല, തേങ്ങ വറുത്തരച്ച്, അത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റാം. അതിനകത്ത് പച്ച ചൊവയോ മണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെന്ന് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വഴറ്റിയതിന് ശേഷം എണ്ണയൊക്കെ ഏകദേശം നന്നായി ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ വെള്ളത്തിനകത്ത് കുതിരാനിട്ടിരുന്ന പുളിവെള്ളവും മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും ചാറിനാവശ്യമായ പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് നല്ല തീ കൊടുത്ത് ഒന്ന് തിളപ്പിക്കാമേ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിന് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ആദ്യം നമ്മൾ പുളി വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നല്ലോ, അതും ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റാൻ നേരം കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാമേ. എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് നല്ല തീ കൊടുത്ത് വേവിക്കാം. നല്ല തീയിൽ നന്നായി തിളച്ച് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് തീ കുറച്ച് വെച്ച് 5-6 മിനിറ്റ് ചെറിയ തീയിലും കൂടെ ഒന്ന് വേവിച്ച് എടുക്കാമേ. മീനെല്ലാം വെന്ത് ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുവും കൂടെ താളിച്ചിടാം. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഇട്ട ചെമ്മീൻ തീയൽ ഇവിടെ റെഡിയായിരിക്കുന്നു. തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണേ. എന്നെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.